ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പല ആൾക്കാർക്കും വാഹനം ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തതിന് ശേഷം സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് അയക്കുമ്പോൾ ഒരു ജെർക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ വരാറുണ്ട്. സ്മൂത്ത് ആയിട്ട് നമുക്ക് എങ്ങനെ സെക്കൻഡ് ഗിയറിലേക്കും കൂടെ ഇട്ട് വണ്ടി ഓടിക്കാമെന്നുള്ളത് ഷോർട്ട് വീഡിയോയിൽ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി മാത്രം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ചെറിയ ടിപ്സ് മാത്രമാണ് വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ഇതിനു വേണ്ടി ബ്രേക്ക് കാല് വരിക, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുക, വണ്ടി ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ജെർക്ക് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നിരപ്പായിട്ടുള്ള റോഡിലാണ് വണ്ടി എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് എൻ്റെ ഇടത്തെ കാല് വരുന്നു. എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുക്കുന്നു, റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുകയാണ്. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് റോഡിലേക്ക് വണ്ടി എടുക്കുകയാണ്. ആക്സിലറേഷൻ കൊടുത്ത് പതിയെ ക്ലച്ച് അയച്ചിട്ട് ഞാൻ വണ്ടി ഇതുപോലെ ഇങ്ങോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് വണ്ടിക്ക് തീർത്തും അനക്കമില്ലാതെ സെക്കൻഡ് കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ക്ലച്ച് അയക്കുക, സെക്കൻഡ് ഗിയർ കൊടുത്ത് ക്ലച്ച് അയക്കുമ്പോൾ ഒന്നെങ്കിൽ ഓഫായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എടുക്കുന്ന സമയത്ത് ആവറേജ് ചെറിയൊരു അനക്കത്തോടു കൂടി ഒരു റണ്ണിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കുന്നതിൽ തെറ്റില്ല. ഇനി ഇതുപോലെ നിങ്ങൾ ഒരു കയറ്റത്താണെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ്മെന്റ്സ് ആക്കണം. അപ്പോൾ അതുവരെ ഇടത്തെ കാല് ജസ്റ്റ് ക്ലച്ചേ വെച്ചേക്കും. കാരണം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ക്ലച്ച് തപ്പിപ്പിടിക്കാനായിട്ട് ഒരു പാട് വരും, തപ്പിപ്പിടിക്കുന്ന അവസ്ഥ വരും. അത് ഒഴിവാക്കാനായിട്ടാണ് ഇടത്തെ കാല് ക്ലച്ചേ വെക്കാൻ പറയുന്നത്. ഇത് നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് മതി. ഇനി ഗിയർ ഇട്ടിട്ട് ക്ലച്ച് എന്ന കാലെടുത്ത് നിങ്ങൾ ഫ്ലോറിൽ വെക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് ക്ലച്ച് തപ്പിപ്പിടിക്കുന്ന ഒരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇടത്തെ കാല് ക്ലച്ചിലൊന്ന് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കൊടുത്ത് ഒരിത്തിരി സ്പീഡാക്കുക. എന്നിട്ട് ഉടനെ ആക്സിലറേഷൻ കുറയ്ക്കണം. കുറച്ചാൽ ഉടനെ തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കുക. ക്ലച്ചിൽ നിന്ന് കാല് പതുക്കെ റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ജെർക്കില്ല സെക്കൻഡിലേക്ക് ഇടാൻ കഴിയും. ഇവിടെ ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതുപോലെ ഫസ്റ്റ് കൊടുത്ത് സെക്കൻഡിലേക്ക് ഇടുന്ന സമയത്ത് വണ്ടിക്കുള്ളിൽ ഒരു ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥ വരും. അതായത് ഇതുപോലെ ഹാഫ് ക്ലച്ച് വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇങ്ങോട്ട് മൂവ് ആക്കിയിട്ട് പെട്ടെന്ന് ആക്സിലറേഷൻ അങ്ങ് കുറയ്ക്കും. എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കും. എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കുറയ്ക്കും. അപ്പോൾ വണ്ടി ഇങ്ങനെ തുള്ളും. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആയാലുടൻ തന്നെ ആക്സിലറേഷൻ അയക്കുന്ന സമയത്ത് ക്ലച്ച് പിടിക്കണം. മനസ്സിലായി? എന്നിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. അപ്പം ആ ഗിയറുമായിട്ടുള്ള പിടുത്തം വിടുകയും സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജെർക്കില്ലാതെ രണ്ടാമത്തെ ഗിയറിലേക്ക് വരാൻ കഴിയും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി പോയാൽ മതി. അപ്പം സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ഉണ്ടാകുന്ന ജെർക്ക് മാറ്റാനായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്തു നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കും.